ശ്രീ പ്രിന്റു മഹാദേവ്, നേരത്തെ ദീപാനിൽ ഇവിടെ പരാമർശിച്ച കാര്യം അങ്ങ് ശ്രദ്ധിച്ചു കാണുമല്ലോ. മാത്രമല്ല, ഈ അയ്യപ്പ ഭക്ത സംഗമം നടക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിന്റെ നിലപാട് കൂടി നമ്മൾ പരിശോധിക്കണമല്ലോ. വി ഡി സതീശൻ പറയുന്നത് ഇതൊരു സംഘപരിവാർ CPIM അജണ്ടയുടെ ഭാഗമാണ് ഈ അയ്യപ്പ ഭക്ത സംഗമം എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ചർച്ചയിൽ തന്നെ കോൺഗ്രസ് പ്രതിനിധി പറയുന്നത് 2018 ഭക്തർക്കൊപ്പം പ്രവർത്തിച്ചത് കോൺഗ്രസ് ആണ്, അതുകൊണ്ടാണ് അവർക്ക് 19 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റുകൾ ലഭിച്ചത് എന്നുള്ളതാണ്. അങ്ങേക്ക് മറുപടി നൽകാം. അല്ല, ഈ കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് എന്ത് വേണമെങ്കിലും പറയാം. കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാമല്ലോ കോൺഗ്രസ്സുകാർ എന്താണ് ആ സമയത്ത് ചെയ്തതെന്ന്. നിങ്ങൾ നോക്കൂ, BJPയുടെ മുഖ്യധാര കക്ഷിയിൽപ്പെട്ട VHPയുടെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ മുഴുവൻ 2800ഓളം പേര് കേസെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു കോൺഗ്രസ്സുകാരന്റെ പേര് പറഞ്ഞു തരാൻ ഈ കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് പറയോ സാധിക്കുമോ? ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന 4 പാനലിസ്റ്റുകളുണ്ട്. അതിൽ ഞാനും വിജയ് തമ്പി സാർ അടക്കമുള്ള ആളുകൾ ഈ പ്രക്ഷോഭത്തിനിറങ്ങി അതിന്റെ അതിൽ കേസുകൾ ഇപ്പോഴും നിലനിൽക്കുന്ന ആളുകളാണ്. ഈ പറയുന്ന ചാനൽ ചർച്ചയ്ക്ക് ചെയ്തിട്ടുകൊണ്ട് BJPക്കാർ നടത്തിയ പ്രക്ഷോഭമൊന്നുമല്ല. ഞങ്ങൾ പ്രക്ഷോഭം നടത്തിയത് സന്നിധാനത്താണ്, ഞങ്ങൾ പ്രക്ഷോഭം നടത്തിയത് പൂങ്കാവനത്തിലാണ്, ഞങ്ങൾ പ്രക്ഷോഭം നടത്തിയത് നിലയ്ക്കലാണ്. അതിന് കാരണം ശബരിമല അയ്യപ്പന്റെ സന്നിധാനത്തെ കളങ്കപ്പെടുത്താനും അവിടുത്തെ വിശ്വാസി സമൂഹത്തിനെ വ്രണപ്പെടുത്തിക്കൊണ്ട് അവിടെ നടത്തിയിട്ടുള്ള സർക്കാരിന്റെ തിട്ടൂരത്തിനെതിരെ ഞങ്ങൾ പ്രതികരിച്ചത് തെരുവിലാണ്, അല്ലാതെ ചാനൽ കൂട്ടിരുന്നിട്ടാണ് BJPക്കാർ പ്രതികരിച്ചിട്ടുള്ളത്. അപ്പൊ ദീപാനിൽ ഇപ്പൊ പറയും അദ്ദേഹം പറഞ്ഞ ആനുകൂല്യം, ഞങ്ങൾ അങ്ങനെ ഒരു വോട്ടിന് വേണ്ടിയിട്ടോ സീറ്റിന് വേണ്ടിയിട്ടോ ഒന്നല്ല ഈ സർക്കാർ BJP ഒന്നും ഈ സംഘപരിവാർ ഒന്നും ഈ പ്രക്ഷോഭം എടുത്തിട്ടില്ല. വിശ്വാസി സമൂഹം ഞങ്ങളെ വിളിച്ചു, ഞങ്ങൾ വിശ്വാസ സമൂഹത്തിന് കൂടെ നിന്നു. അതാണ് ഉണ്ടായത്. ഇവിടുത്തെ കേരളത്തിലെ വിശ്വാസി സമൂഹം സംഘപരിവാറിനെയാണ് വിളിച്ചത്. അവർക്ക് ഞങ്ങളിൽ വിശ്വാസമുണ്ട്, ഞങ്ങളാണ് അതിന് പ്രതികരിക്കുന്നത് ഉറപ്പുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ്സുകാരെയല്ല അവർ വിളിച്ചത്, ഞങ്ങളെ വിളിച്ചു, ഞങ്ങൾ അതിൽ ഇറങ്ങി തിരിച്ചു, അതിലുള്ള ഫലവും കണ്ടു. പക്ഷേ ഇരുട്ടിന്റെ മറവിൽ ഇപ്പൊ ജയരാജന്റെ ആളുകൾ അവിടെ കനകദുർഗയും ബിന്ദു അമ്മിണിയൊക്കെ കയറ്റി വിശ്വാസി സമൂഹത്തെ വ്രണപ്പെടുത്തി. നോക്കി, ഈ വിധി പറഞ്ഞ 2ാമത്തെ ദിവസം ആദരണീയനായിട്ടുള്ള അന്നത്തെ പിണറായി വിജയൻ പറഞ്ഞത് അവിടെ അടിയന്തരമായിട്ട് ഞങ്ങൾ അവിടെ യുവതികളെ അവിടെ ഞങ്ങൾ കയറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുക ചെയ്തത്. എത്ര വെല്ലുവിളികൾ നിങ്ങൾ നടത്തി, ഇപ്പോഴും നടത്തുന്നത് വെല്ലുവിളി തന്നെയാണ്. അപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് പറയുക, ഏതെങ്കിലും തരത്തിൽ മതത്തെ പീഡിപ്പിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിനെ ഏതെങ്കിലും രീതിയിൽ വർഗീയവൽക്കരിച്ചുകൊണ്ടോ വോട്ട് നേടുന്ന പ്രസ്ഥാനമല്ല ഞങ്ങൾ. നിങ്ങൾ അങ്ങനെ വിശ്വാസി സമൂഹത്തിന്റെ ഭാഗമാണെങ്കിൽ നോക്കട്ടെ, 500 വർഷത്തിന് ശേഷം രാം മന്ദിറിനകത്ത് നിങ്ങൾ രാം മന്ദിറിനകത്ത് രാമൻ തിരിച്ചു വന്നപ്പോൾ അവിടേക്ക് പോകണ്ട എന്ന് പറഞ്ഞ നിങ്ങളാണോ ഇവിടുത്തെ ഹിന്ദു വിശ്വാസി സമൂഹത്തിന് കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നത്? ശബരിമല പ്രക്ഷോഭത്തിൽ കോൺഗ്രസിനകത്ത് യാതൊരു പങ്കുമില്ല. പിന്നെ അവർ അന്നത്തെ വിജയത്തെ കുറിച്ചാണ് പറയുന്നത്. രാഷ്ട്രീയ ഇലക്ഷനകത്ത് സ്വാഭാവികമായിട്ടുള്ള വിജയവും പരാജയവും ഉണ്ടാവും. അതൊരു ശബരിമല വിഷയത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ പൊളിറ്റിക്സ് പോകുന്നത്, ആണോ? അങ്ങനെയല്ലല്ലോ. അതിന് നിങ്ങൾ അങ്ങനെ ഞങ്ങൾ വിജയിച്ചു, അതുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹം ഞങ്ങളുടെ കൂടെയാണെന്നില്ല. നിങ്ങൾ ഒറ്റുകാരായിരുന്നു. ഇവിടുത്തെ പിണറായി വിജയന്റെ കൂടെ നിന്നുകൊണ്ട് VD സതീശന്റെ നിലപാടെന്ന് എന്തായിരുന്നു? നിങ്ങളുടെ MLA മാരുടെ നിലപാടെന്തായിരുന്നു? പരസ്യമായിട്ട് അന്ന് നിലപാടെടുത്ത ഒരു MLA ആയിരുന്നു നിങ്ങളുടെ VT ബൽറാം എന്തായിരുന്നു ആ സമയത്ത് എടുത്ത നിലപാട്? അപ്പൊ കോൺഗ്രസ്സുകാരുടെ നിലപാട് ഇവിടുത്തെ ഈ പറയുന്ന ബിന്ദു അമ്മിണിയുടെ കൂടെയും കനകദർഗയുടെ കൂടെയും അതുപോലെ തൃപ്തി ദേശായിയുടെ കൂടെയും അന്ന് നിങ്ങൾ ഈ തൃപ്തി ദേശായി എന്ന് പറയുന്നത് ഇവിടെ കോൺഗ്രസ്സുകാരന്റെ പഴയ കോൺഗ്രസിന്റെ നേതാവ് കൂടിയാണ്. അവർ ഈ മഹിളാ കോൺഗ്രസിന്റെ നേതാവായിരുന്നു. അവർ പിന്നീടാണ് അവർ സ്വന്തമായ ഒരു സംഘടന ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള ആളാണ് ശബരിമലയിലേക്ക് വന്നത്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ഞങ്ങളെ പഠിപ്പിക്കേണ്ട, ഞങ്ങൾ വിശ്വാസി സമൂഹത്തിന് കൂടെ ഇനിയും ഉറച്ചു നിൽക്കും. ഞങ്ങളതാണ് ഇപ്പോഴും പറയുന്നത്. നിങ്ങളുടെ സഖ്യകക്ഷിയാണല്ലോ അവിടെ സ്റ്റാലിൻ പറഞ്ഞയക്കുന്നത് മന്ത്രിമാരെയാണ്. നിങ്ങൾക്ക് പറയണം, ഇതാ ശബരിമല വിഷയത്തിൽ അങ്ങനെയാണെങ്കിൽ സ്റ്റാലിനോട് നിങ്ങൾക്ക് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണം, ഞങ്ങൾ ഒരു പ്രതിനിധിയെ അയക്കില്ല, അത് വിശ്വാസി സമൂഹത്തിന്റെ പ്രശ്നമാണെന്ന്. പിന്നെ നേരത്തെ ജയരാജൻ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരൻ എന്താണ് ഇതിന്റെ കാര്യമെന്ന്. പിണറായി വിജയനേക്കാൾ കുറിച്ച് ഹിന്ദു സമൂഹത്തിന്റെ കാര്യം പറയാൻ അർഹതയുള്ള ഒരേ ഒരാള് രാജീവ് ചന്ദ്രശേഖരനാണ്. ഞങ്ങൾ വിശ്വാസി സമൂഹത്തെ പിന്നിൽ നിന്ന് കുത്തിയിട്ടില്ല, ഞങ്ങൾ മുന്നിൽ നിന്ന് പടം നയിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. അതുകൊണ്ട് ഇപ്പോഴും പിണറായി വിജയൻ പറയുന്ന 3000 പ്രതിനിധികളുണ്ട്. ആ പ്രതിനിധികൾ ആരാണെന്നാണ് ഇവർ പറയുന്നത്? അവർ അയ്യപ്പ ഭക്തരാണോ? അവർ 41 ദിവസം വ്രതമെടുത്തിട്ടാണോ ശബരിമലയിലേക്ക് വരിക? ആണോ? ജയരാജന് ഉറപ്പുണ്ടോ? അവിടെ അങ്ങനെയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് അയ്യപ്പ ഭക്തരോട് സത്യസന്ധമായി സ്നേഹമുണ്ടെങ്കിൽ സമസ്ത പരാവതവും കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് 41 ദിവസത്തെ വ്രതമെടുത്ത് ശബരിമലയിലേക്ക് കയറാൻ, ഇരുമുടി കെട്ടുമായി കയറാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ? അപ്പൊ ഞങ്ങൾ അംഗീകരിക്കും നിങ്ങൾ അയ്യപ്പ ഭക്തരുടെ കൂടെയാണെന്ന്. അല്ലാതെ ഈ ഗിമിക്ക് കൊണ്ടും നിങ്ങൾ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി പരമപവിത്രമായിട്ടുള്ള പമ്പ നദിയെയും ശബരിമല സന്നിധാനത്തെയും വീണ്ടും ഒരു കലാപഭൂമിയാക്കാനാണ് ശ്രമമെങ്കിൽ ഒരു സംശയം വേണ്ട, ഞങ്ങളുടെ ദേഹത്ത് ഞങ്ങളുടെ ശവത്തിൽ നടത്തിയിട്ട് ഇത്തരത്തിലുള്ള സംഗമങ്ങൾ ഞങ്ങൾ സമ്മതിക്കുകയുള്ളൂ. കാരണം ഞങ്ങൾ കുറെ കാലങ്ങളായി അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് എന്താ ഈ അനവധി ക്ഷേത്രങ്ങൾ ഉണ്ടല്ലോ കേരളത്തിൽ. ഗുരുവായൂരിലെ ഭക്തി സംഘം എന്താ നിങ്ങൾ നടത്താത്തത്? അനവധി മുസ്ലിം ആരാധനാലയങ്ങൾ ഉണ്ടല്ലോ, ഹിന്ദു ആരാധനാലയങ്ങളുണ്ട്.
എന്തേ ഇവിടെയൊന്നും നിങ്ങൾ ഭക്തസംഗമം നടത്താത്തത്? നിങ്ങൾ പല മസ്ജിദുകളും ഉണ്ടല്ലോ, പല മസ്ജിദുകളും നോമ്പും റമളാനും ഒക്കെ മാസങ്ങളുണ്ടല്ലോ, ആ സമയത്ത് എന്താ നിങ്ങൾ ഭക്തി സംഗമം നടത്താത്തത്? നിങ്ങൾ ആസൂത്രിതമായിട്ട് ഒരു സമൂഹത്തിനെ നശിപ്പിക്കാനും വിശ്വാസി സമൂഹത്തെ നശിപ്പിക്കാനുമുള്ള ഒരു ശ്രമമാണ്. കാരണം ഇത് EMS നമ്പൂതിരിപ്പാടിന്റെ കാലഘട്ടം മുതൽ തന്നെ നിങ്ങൾ ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അറിയാം, EMSന്റെ കാലഘട്ടം മുതൽ കേരളത്തിലെ അവിശ്വാസി സമൂഹത്തിൽ നിന്ന് കേരളത്തെ വിശ്വാസി സമൂഹമാക്കി മാറ്റിയത് ശബരിമല അയ്യപ്പനാണ്. ഇവിടുത്തെ സനാതന ധർമ്മത്തിന്റെ പാരമ്പര്യങ്ങൾ അടിസ്ഥാന ജനവിഭാഗത്തിന് സർവ്വസാധാരണ ജനങ്ങൾക്കിടയിലേക്ക് 41 ദിവസത്തെ സ്പിരിച്വാലിറ്റിയുടെ വ്രതശുദ്ധിയോട് കൂടിയിട്ട് മാറ്റിയത് ഇവിടെ ശബരിമല അയ്യപ്പനാണ്. അപ്പൊ അത് കൃത്യമായിട്ട് CPM-കാർക്ക് അറിയാം. അപ്പൊ അയ്യപ്പനോടുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ തകർക്കണം, അതൊരു ആഗോള തലത്തിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റണം, പരമപവിത്രമായിട്ടുള്ള അവിടെ ആചാരാനുഷ്ഠാനങ്ങളെ തകർക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ആഗോള തിരക്കഥയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പണിയെടുത്തിട്ടുള്ളത്. അതിന് ഇടത് ജിഹാദി നക്സൽ അറബൻ കൂട്ടുകെട്ട് നിങ്ങളുടെ കൂടെയുണ്ട്. ആരുണ്ടായിരുന്നാലും ശരി, വിശ്വാസി സമൂഹത്തിന്റെ താല്പര്യമില്ലാത്ത കേസിനകത്ത് പിണറായി വിജയനും അവരുടെ സർക്കാരും ഏതെങ്കിലും തരത്തിൽ അതിൽ ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ തീക്കൊള്ളി കൊണ്ട് വീണ്ടും നിങ്ങൾ ചൊറിയുകയാണ്. ഞങ്ങൾ ഇപ്പോഴും വ്രണപ്പെട്ടുകൊണ്ടാണ് ഞാൻ അടക്കമുള്ള ആളുകൾ ഇപ്പോഴും ഇരിക്കുന്നത്. പരമപവിത്രമായ സന്നിധാനത്തെ നിങ്ങൾ ഇരുട്ടിന്റെ മറവിൽ, ഇന്ന് കണ്ണൂരിലെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന MV ജയരാജ്, അദ്ദേഹം അന്നായിരുന്നു പേഴ്സണൽ സെക്രട്ടറി. അന്ന് അദ്ദേഹമാണ് ഈ 2 വനിതകളെ നോക്കണം. നിങ്ങൾ ഒരു DYFI-കാരോ അല്ലെങ്കിൽ SFI-കാരോ അല്ല കയറിയത്. കേരളത്തിൽ ഏറ്റവും മോശമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന ചില വനിതകളെ, വിശ്വാസികളല്ലാത്ത വനിതകളെ നിങ്ങൾ അവിടെ കയറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഹിന്ദു വികാരത്തെ വ്രണപ്പെടുത്താനും അവിടുത്തെ ആചാര ലംഘനത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇനിയും ഒരു ആചാര ലംഘനത്തിന് പുറപ്പെടുമ്പോൾ ഞങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല. ഞങ്ങൾ വെറുതെ പറയല്ല, കോൺഗ്രസ്സുകാരെ പോലെ ചാനൽ ചർച്ചയ്ക്ക് ഇരുന്നിട്ട് വീരവാദം പറയുകയല്ല. അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ പൊതുസമ്പത്താണ്. ഇവിടെ ഒരു വിശ്വാസി സംഗമം നടത്തിയിട്ടൊന്നുമല്ല ശബരിമലയ്ക്ക് ആളുകൾ വന്നിട്ടുള്ളത്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഓരോ വർഷവും കൂടി വരികയാണ്. മഹാദേവ് ഇവിടെ വിശദീകരിക്കുന്നു. അതായത് ഇനിയും പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ കൃത്യമായി തന്നെ തടയുവാൻ BJP-യുടെ പ്രവർത്തകരുണ്ടാകും, സംഘത്തിന്റെ പ്രവർത്തകരുണ്ടാകുമെന്ന സന്ദേശം പ്രിന്റു ഇവിടെ മുന്നോട്ട് വെക്കുകയാണ്.